ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു പനീർ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതിന് പാലും വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന്. അപ്പൊ നമുക്ക് ആദ്യം പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. കഴിയുന്നതും വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് പാൽ എടുക്കാൻ ശ്രമിക്കാം. അപ്പൊ നല്ല പനീറായി കിട്ടും. അപ്പൊ എനിക്ക് ഈ പാല് കിട്ടിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫാമിനെ പറ്റി. അപ്പൊ അവിടുന്ന് തന്നെയാണ് നമുക്ക് പാലും കിട്ടുന്നത്. അപ്പൊ അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാല്, കറന്നെടുത്ത പാടുള്ള പാല് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ നിന്നാണ് 2 ലിറ്റർ പാൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ പാലൊന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ പാല് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിതൊന്ന് ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം മാത്രം നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഞാനിവിടെ ടോട്ടൽ അരക്കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഈ ഇത് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാൽഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് ആയിട്ടില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പൊ എനിക്കിവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ പാൽ ഇതുപോലെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഒരു നല്ല നൈസായിട്ടുള്ള ഒരു കോട്ടന്റെ തുണി വിരിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് പോയിക്കോളും. ആ വെള്ളം കളയരുത്. നമുക്ക് ആ വെള്ളം അവസാനം ഇതിന്റെ മേലെ വെയിറ്റിന് വേണ്ടി എടുത്തു വെക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു വിനെഗറിന്റെ ആ ഒരു ടേസ്റ്റ് പോയി കിട്ടും, അല്ലെങ്കിൽ പിന്നെ നല്ല പുളിപ്പായിരിക്കും. അപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പൈപ്പ് വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുവച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് കളയാം. നമുക്ക് വിനെഗർ ഒഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. ആദ്യം ഒരു ചെറുനാരങ്ങ നീരിന്റെ നീര് ഒഴിച്ചതിന് ശേഷം അതൊന്ന് പിരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം, അതിൽ വെള്ളമൊക്കെ കളയണം. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നേരത്തെ അരിപ്പയിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ പനീർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേലെ നമുക്ക് നേരത്തെ വെള്ളം മാറ്റി വെച്ച വെള്ളം എടുത്ത് ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാം ഇതുപോലെ. അപ്പൊ അതിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നോളും. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ഒരു മണിക്കൂറോളം വെച്ചാൽ മതി. അതുപോലെ വെയിറ്റ് ഓവർ ആക്കരുത്, അപ്പം നമ്മുടെ പനീർ ഹാർഡായി പോവും. ഇതുപോലെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് മാറ്റാം. നമുക്ക് നോക്കാം നമ്മുടെ പനീർ എങ്ങനെയുണ്ട് എന്ന്. കണ്ടില്ലേ, നമ്മുടെ പനീർ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരു കത്തിയെടുത്ത് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്, സൂപ്പർ ടേസ്റ്റും ആണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെയോ ഡിഷസ് ഉണ്ടാക്കാം. ഓൾറെഡി ഞാൻ ഷാഹി പനീർ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്